ഹായ്, ഇതുപോലെ നിറച്ച് റംബുട്ടാൻ പിടിച്ച് നിൽക്കുന്നത് കാണാനും പറിച്ചെടുക്കാനും ആഗ്രഹമില്ലാത്ത ആരാണ്? പക്ഷേ എന്ത് ചെയ്യാനാണ്, കൊഴിച്ചിലാണ് നമ്മുടെ പ്രശ്നം അല്ലേ? അതിനുള്ള ബെസ്റ്റ് റെമഡിയുമായിട്ടാണ് ഞാൻ വന്നത്. രണ്ട് റെമഡീസ് ഉണ്ട്. ഒന്ന് ബോറോൺ കൊടുക്കുക എന്നുള്ളതും, 2 വാട്ടറിങ്ങുമാണ്. പ്രോപ്പറായിട്ട് ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ കൊഴിച്ചിൽ ഇല്ലാതാക്കി നമുക്ക് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാം. അപ്പോൾ ഞാൻ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ബോറോൺ എങ്ങനെ ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മഴ കാരണമാണ് ഒരുപാട് ഫ്ലവറാണ് പൊഴിഞ്ഞു പോയത്. അപ്പോൾ നമുക്ക് ബോറോൺ ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനതിനായി ഒരു ചെറിയ തടമൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇതിനുമുമ്പ് ഞാൻ കുറച്ചിട്ടായിരുന്നു, അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഇടുകയാണ്. കുറച്ചുകൂടി ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ല, എങ്കിലും ആദ്യമായിട്ടൊക്കെ ഇടുന്നവരൊരു 100 ഗ്രാം ഇട്ടാൽ മതി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നമുക്കിതിങ്ങനെ ചെറുതായിട്ടൊന്ന് തൂകി കൊടുത്ത് മതി. ഒരു റൗണ്ട് വട്ടത്തിലിങ്ങനെ തൂകി ഇങ്ങനെ കൊടുക്കുക. 100 ഗ്രാം കൊടുക്കണേ. ഇതിപ്പോൾ 50 ഗ്രാമോളേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇത്രയും മതി. ഇനി നമുക്ക് ചെറുതായിട്ടങ്ങ് അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്രയും കഴിഞ്ഞു. സെക്കൻഡ് മെഡിസിനാണ് ആ വാട്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോറോൺ ഇട്ടെടുത്തെല്ലാം ഒന്ന് നനച്ചു കൊടുക്കാം. കൂടാതെ നമുക്കിതാ ഇതിൻ്റെ റൂട്ട്സ് പോയേക്കുന്ന സ്ഥലങ്ങളുണ്ട്. റൂട്ട്സ് ഉണ്ട് കുറച്ച് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്ത് നമുക്കിതിന് ചുറ്റും. മരം ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് കുറച്ച് ഇടം വരെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതാ അവിടെ എല്ലാം ഒന്ന് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നും വൈകിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അത്രയും തണുപ്പ് അതിന് കിട്ടുകയും ചെയ്യും. ഇവിടെ എല്ലാം അതിൻ്റെ റൂട്ട്സ് ഉണ്ട്. നമുക്കവിടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴാണ് ഇത് ഇടേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ചെറിയ ഫ്രൂട്ടിൻ്റെ കായായി വരുമല്ലോ, ആ പ്രായമാകുമ്പോഴത്തേക്കിന് ഈ ബോറോൺ ഇട്ട് ചെറുതായിട്ടൊന്ന് കൊഴിയാനൊക്കെ തുടങ്ങുന്ന സമയം ബോറോൺ ഇട്ട് നമുക്ക് ഇതുപോലെ വാട്ടറിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 80% ഫ്രൂട്ട് നമുക്ക് കിട്ടും. 20% കൊഴിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കേണ്ട, 80% കിട്ടും. ഫ്ലവർ ആവാത്ത പ്ലാന്റിന് ഇത് ചെയ്യണ്ട. ഫ്ലവർ ആയതിനു ശേഷം ഫ്രൂട്ടായി വരുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.